നമസ്കാരം. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർന്ന സംഭവം. MS സൊല്യൂഷൻസിലെ 2 അധ്യാപകർ കസ്റ്റഡിയിൽ. ഇന്ന് പുലർച്ചെ 4:30 കൊടുവള്ളി വാവാട്ടെ താമസ സ്ഥലത്തെത്തിയാണ് അധ്യാപകരായ ഫഗത്, ജിഷ്ണു എന്നിവരെ കസ്റ്റഡിയിലെടുത്തത്. കേസിലെ മുഖ്യപ്രതി MS സൊല്യൂഷൻ CEO ഷുഹൈബിന്റെ അറസ്റ്റ് കോടതി നേരത്തെ തടഞ്ഞിരുന്നു. 10ാം ക്ലാസ് ക്രിസ്തുമസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ചാണ് കേസെടുത്ത് പ്രാഥമിക അന്വേഷണം നടത്തുന്നത്. പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് FIR ഇട്ടതും ഷുഹൈബിനെ അടക്കം പ്രതി ചേർത്തതും. വിശ്വാസവഞ്ചന ഉൾപ്പെടെ 7 വകുപ്പുകൾ ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആംബുലൻസും ലോറിയും കൂട്ടിയിടിച്ച അപകടം. രോഗി ഉൾപ്പെടെ 2 പേർക്ക് ദാരുണാന്ത്യം. കൊല്ലം കൊട്ടാരക്കരയിൽ ആംബുലൻസും കോഴിയുമായി പോവുകയായിരുന്ന ലോറിയും കൂട്ടിയിടിച്ച അപകടം. അപകടത്തിൽ ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയടക്കം 2 പേർ മരിച്ചു. പരിക്കേറ്റ 7 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. MC റോഡിൽ കൊട്ടാരക്കര സദാനന്ദപുരത്ത് വെച്ചാണ് അർദ്ധരാത്രിക്ക് ശേഷം അപകടമുണ്ടായത്. ആംബുലൻസിലുണ്ടായിരുന്ന അടൂർ ഏഴംകുളം സ്വദേശികളായ തമ്പി, ഭാര്യ ശ്യാമള എന്നിവരാണ് മരിച്ചത്. തമ്പിയെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടം. ഇവരുടെ മകൾ ബിന്ദു അടക്കമുള്ളവർക്കാണ് പരിക്കേറ്റത്. ആംബുലൻസ് ഡ്രൈവർ അടക്കം 5 പേരാണ് ആംബുലൻസിൽ ഉണ്ടായിരുന്നത്. മുക്കത്ത് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവം. 1ാം പ്രതിയായ ഹോട്ടൽ ഉടമ പിടിയിൽ. ഹോട്ടൽ ഉടമ ദേവദാസിനെയാണ് മുക്കം പോലീസ് കുന്നംകുളത്ത് വെച്ച് പിടികൂടിയത്. ഹൈക്കോടതിയെ സമീപിക്കാൻ പോകുന്നതിനിടെയാണ് പ്രതിയെ പിടികൂടിയത്. കോഴിക്കോട് സ്വന്തം വാഹനം ഉപേക്ഷിച്ച ശേഷമാണ് കൊച്ചിയിലേക്ക് പ്രതി യാത്ര ചെയ്തത്. പ്രതിയെ മുക്കത്തെത്തിച്ചു. പ്രതിയെ മുക്കം പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. മറ്റ് 2 പ്രതികൾക്കായി അന്വേഷണം തുടരുന്നുണ്ട്. 1ാം പ്രതിയെ പിടികൂടിയതിൽ സന്തോഷമെന്ന് പെൺകുട്ടിയുടെ കുടുംബം പ്രതികരിച്ചു. പോലീസിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും മറ്റ് 2 പ്രതികളെയും ഉടൻ പിടികൂടണമെന്നും കുടുംബം പറഞ്ഞു. തക്കതായ ശിക്ഷ വാങ്ങി നൽകണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. അനന്തകൃഷ്ണൻ പ്രതിയായ തട്ടിപ്പ് കേസ്. കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് പ്രതി. സ്ത്രീകൾക്ക് ഇരുചക്രവാഹനം പകുതി വിലയ്ക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് പ്രതി. കണ്ണൂർ ടൗൺ പോലീസ് എടുത്ത കേസിലാണ് കോൺഗ്രസിന്റെ വനിതാ നേതാവും പ്രതിയായിരിക്കുന്നത്. അനന്തകൃഷ്ണൻ ഉൾപ്പെടെ കേസിൽ 7 പ്രതികളുണ്ട്. ലാലി വിൻസെന്റ് 7ാം പ്രതിയാണ്. അതേസമയം CSR ഫണ്ടിന്റെ മറവിൽ അനന്തകൃഷ്ണൻ നടത്തിയ വൻകിട തട്ടിപ്പുകളിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറും. സാമ്പത്തിക കുറ്റകൃത്യം അന്വേഷിക്കുന്ന സംഘമാണ് തട്ടിപ്പ് അന്വേഷിക്കുക. മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിനി ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ. കർണാടകയിൽ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കർണാടക രാമനഗരയിലെ ദയാനന്ദ സാഗർ കോളേജിലെ 1ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിയായ അനാമികയാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. സംഭവത്തിൽ ഹരേഹള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. 20 കോടിയുടെ ഭാഗ്യശാലിയെ കണ്ടെത്തി. വാങ്ങിയത് 10 ടിക്കറ്റുകൾ. ക്രിസ്തുമസ് പുതുവത്സര ബമ്പർ ലോട്ടറിയുടെ 1ാം സമ്മാനം ഇരട്ടിയിലെ സത്യന്. ഇരട്ടിയിലെ മുത്തു ലോട്ടറി ഏജൻസിയിൽ നിന്ന് സത്യൻ എന്നയാൾ വാങ്ങിയ XD 387132 എന്ന ടിക്കറ്റിനാണ് 1ാം സമ്മാനമായ 20 കോടി രൂപ ലഭിച്ചതെന്ന് ഏജൻസി ജീവനക്കാർ പറഞ്ഞു. ക്രിസ്മസ് ബമ്പർ ലോട്ടറിയുടെ 10 ടിക്കറ്റുകളാണ് സത്യൻ വാങ്ങിയതെന്നും അതിലൊന്നാണ് സമ്മാനാർഹമായ ടിക്കറ്റെന്നും ഇവർ പറഞ്ഞു. ജനുവരി 24-നാണ് സത്യൻ എന്നയാൾ മുത്തു ലോട്ടറി ഏജൻസിയുടെ ഇരട്ടി ശാഖയിൽ നിന്ന് ടിക്കറ്റുകൾ വാങ്ങിയത്. 10 ടിക്കറ്റുകൾ അടങ്ങിയ ഒരു ബുക്ക് ടിക്കറ്റാണ് അദ്ദേഹം വാങ്ങിയത്. പത്തനംതിട്ടയിൽ യാത്രക്കാരെ പോലീസ് മർദ്ദിച്ച സംഭവം. 3 പോലീസുകാർക്ക് സസ്പെൻഷൻ. പത്തനംതിട്ട SI S ജിനുവിനും 2 പോലീസുകാർക്കുമാണ് സസ്പെൻഷൻ. DIG അജിത ബീഗമാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിച്ചിരുന്നു. പത്തനംതിട്ട SI S ജിനുവിനെ SP ഓഫീസിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സസ്പെൻഷൻ. ഇന്നലെ രാത്രി 11 മണിയോടെ പത്തനംതിട്ട അബാൻ ജംഗ്ഷനിലായിരുന്നു സംഭവം. വിവാഹം അനുബന്ധിച്ച ചടങ്ങിന് പോയി മടങ്ങി വന്ന കോട്ടയം സ്വദേശികൾ വിശ്രമത്തിനായി വാഹനം വഴിയരികിൽ നിർത്തി. 20 അംഗ സംഘമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഇതിൽ ചിലർ പുറത്തിറങ്ങി നിൽക്കുമ്പോഴാണ് പത്തനംതിട്ട SIയും സംഘവും സ്ഥലത്തെത്തി ലാത്തി ചാർജ് നടത്തിയത്. അമ്പലപ്പുഴയിൽ പോക്സോ കേസിൽ ബീഹാർ സ്വദേശി അറസ്റ്റിൽ. ബീഹാറിലെ വെസ്റ്റ് ചമ്പാരൻ ജില്ലയിലെ ബദിയാദിൽ നിന്നും അമ്പലപ്പുഴ വടക്കേ തയ്യിൽ വീട്ടിൽ അബൂബക്കറിന്റെ മകൻ മുജീബിന്റെ വാടക വീടായ 7ര പീടികയിൽ താമസിക്കുന്ന മുഹമ്മദീൻ മിയാൻ മകൻ അജ്മൽ ആരിഫിനെയാണ് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പ്രതീഷ് കുമാർ M-ന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത്. ജനുവരി 30-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. രാവിലെ 8 മണിയോടെ സ്കൂളിൽ പോകുവാനായി വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്പലപ്പുഴയിലെത്തിയ അതിജീവതയെ ഭീഷണിപ്പെടുത്തി അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള മുറിയിലെത്തിച്ച് പീഡിപ്പിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. അജ്മൽ ആരിഫിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.
ഇരിങ്ങാലക്കുട നടവരമ്പിൽ ഓട്ടോ ടാക്സി ഇടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം. ചിറപ്പറമ്പിൽ വീട്ടിൽ മനോജിന്റെ ഭാര്യ ലക്ഷ്മിയാണ് മരിച്ചത്. 39 വയസ്സായിരുന്നു. കരുപടന്ന സ്വദേശിയായ അഷ്റഫിന്റെ ഓട്ടോ ടാക്സിയാണ് നിയന്ത്രണം വിട്ട് ലക്ഷ്മി ഇടിച്ചത്. ലക്ഷ്മി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ വാഹനം ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അപകടത്തിൽപ്പെട്ട ഓട്ടോ ടാക്സി ബേക്കറിയിലേക്ക് ഇടിച്ചു കയറിയാണ് നിന്നത്. LDF-ൽ പൊട്ടിത്തെറി. ഡെപ്യൂട്ടി മേയർ സ്ഥാനമടക്കം 3 പദവികൾ CPI രാജിവെച്ചു. കൊല്ലം കോർപ്പറേഷനിൽ കൂട്ടരാജി. ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ CPI രാജിവെച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പദവികളിൽ നിന്ന് CPI ഒഴിഞ്ഞു. കോർപ്പറേഷനിലെ CPM തർക്കമാണ് രാജിയിൽ കലാശിച്ചത്. നിശ്ചിത കാലാവധി കഴിഞ്ഞിട്ടും CPM മേയർ പദവി ഒഴിയാത്തതിൽ CPIയിൽ കടുത്ത അമർഷമുണ്ടായിരുന്നു. ഇന്ന് മേയർ സ്ഥാനം പ്രസന്ന എണസ് രാജിവെക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും രാജിവെക്കാതിരുന്നതോടെയാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനം CPI ഉപേക്ഷിച്ചത്. ഇതോടൊപ്പം 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനവും CPI രാജിവെച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സവിതാദേവി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ സജീവ് സോമൻ എന്നിവരാണ് മധുവിനൊപ്പം രാജിവെച്ചത്.